മാഷിൻ്റെ ടോക്ക് പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് ചോദ്യമില്ല, എനിക്ക് എൻ്റെ ഒരു ആശങ്കയാണ്. ഞാൻ മാഷിൻ്റെ ടോക്ക് കഴിഞ്ഞിട്ട് ടോക്കിൽ നിന്ന് കിട്ടിയ കുറേ ആശയങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ആശങ്കയാണ്. അപ്പം മാഷിൻ്റെ കൂടെ അഭിപ്രായം അതിനകത്ത് കേൾക്കണമെന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. മാഷ് പറഞ്ഞായിരുന്നു ഈ ഇന്ത്യയിൽ കവികളുടെ പങ്ക് എന്താണ്, ഇന്ത്യ എന്ന ആശയത്തെ ഉണ്ടാക്കുന്നതിൽ കവികളുടെ പങ്ക് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മാഷ് പറഞ്ഞായിരുന്നു. ഭക്തികാലം സർഗാത്മക കലാപത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്നൊക്കെ മാഷ് പറഞ്ഞു വെച്ചു. അപ്പോൾ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും നമ്മൾ ഇത്രയധികം പുരോഗമിച്ച് ഇവിടെ വന്നിട്ട് ഇന്ത്യ എന്ന ആശയത്തെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് മാഷ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ കേരളം എന്നുള്ള ഇതിനെ കൂടി നോക്കുമ്പോൾ എൻ്റെ ഒരു ആശങ്കയാണ്. അപ്പം ഈ കവികൾ, മുമ്പുണ്ടായിരുന്ന കവികൾ വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നതുകൊണ്ട് അവർ ഇന്ത്യ എന്ന അടിത്തറയെ, ഇന്ത്യ എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന മതേതരത്വം, ബഹുസ്വരത തുടങ്ങിയ ആശയങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ. അത് മാഷ് തന്നെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇന്ന് പ്രത്യേകിച്ചും സ്റ്റേറ്റിൻ്റെ മെഷീനറീസ് കവികൾക്ക് അല്ലെങ്കിൽ എഴുത്തുകാർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ആശയ സർഗാത്മക വിപ്ലവം നടത്തേണ്ട ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഒരു മൂലയ്ക്കാക്കുന്ന ഒരു പരിപാടി ഇപ്പം നടക്കുന്നില്ലേ? അത് എത്രമാത്രമാണ് കാലഘട്ടത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഒരു ചോദ്യം. സ്റ്റേറ്റ് ഒരു ഹെജിമണിക്കായിട്ടുള്ളൊരു പവർ കാണിച്ചുകൊണ്ട് ഈ പറയുന്ന സർഗാത്മക കലാപം നടക്കേണ്ട ഇടങ്ങളെ, പറയുന്ന എഴുത്തുകാരാവട്ടെ സാഹിത്യകാരെ ആവട്ടെ, അവർക്ക് പ്രത്യേക സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങൾ സ്റ്റേറ്റ് പറയുന്നത്, ഇപ്പം നമ്മളിപ്പം ഓരോ കാലഘട്ടത്തിലും അതീശത്വം കാണിക്കുന്ന ആൾക്കാർ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണല്ലോ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പവർ കാണിക്കുന്ന അതിപ്പം ഏത് സർക്കാരുകളാവട്ടെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാവട്ടെ, അത് പൗരന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പുതിയ കാലഘട്ടത്തിൽ. അപ്പോൾ അവിടെ എങ്ങനെയാണ് കവികൾ പ്രതികരിക്കുന്നത് എന്നുള്ളത്, പുതിയ കാലഘട്ടത്തിൻ്റെ കവികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടിയാണ് നോക്കുന്നത്. അതിൽ മാഷിൻ്റെ ഒരു പ്രതികരണം അറിയാൻ കൊള്ളാമെന്ന്. എല്ലായ്പ്പോഴും നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങളിലൊന്ന് പവർ ഫോർ വാട്ട് എന്നുള്ളതാണ്. പവർ എന്നതിനെ നിഷേധിക്കാൻ കഴിയില്ല. അംബേദ്കർ നിഷേധിച്ചിട്ടില്ല, ഒരാൾ നിഷേധിച്ചിട്ടില്ല. പവർ ആരുടെ കയ്യിൽ, പവർ എന്തിനു വേണ്ടി? ഈ ചോദ്യമാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. അതുകൊണ്ട് ഒരു അധികാരം എന്ന് പറയാമെന്ന് അറിഞ്ഞൂടാ. ഒരു സാഹിത്യ അക്കാദമി പ്രസിഡന്റിനോ അല്ലെങ്കിൽ അത്തരത്തിലോ ഒരാൾ അത് എത്രമാത്രം അധികാരമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആരായാലും ശരി, ഏത് ആയാലും ശരി, അധികാരം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? തനിക്ക് നൽകപ്പെട്ട അധികാരവും ചുമതലയും എപ്പോഴും ഒന്നിച്ചു പോകുന്നതാണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യമാണ് വളരെ പ്രധാനമായ ചോദ്യം. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഞാൻ തപസ് ചെയ്യുന്ന ജനങ്ങൾക്കിടയിലാണ്, ഞാൻ ഗുഹയിലോ മലയിലോ പോയിട്ടല്ല, ഇവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ അംബേദ്കർ എന്തിന് നിയമമന്ത്രിയായി, എന്തിന് അല്ലെങ്കിൽ ഭരണഘടനയുണ്ടാക്കി ഇന്ത്യ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ ഒരു അധികാരം ഒരാൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്? അതെന്തിനു വേണ്ടിയാണ് അയാൾ അല്ലെങ്കിൽ അവൾ ഉപയോഗിക്കുന്നത്? ഈ ചോദ്യങ്ങളാണ് എനിക്ക് കൂടുതൽ പ്രധാനമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ഒരു പരിഷ്കാരം പോലും ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അത്തരമൊരു അധികാരം സ്വീകരിക്കുന്നതിന് എനിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ വിരോധം ഉണ്ടാകേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ, ഇപ്പോൾ എന്നോട് തന്നെ ഈ അക്കാദമി പ്രസിഡൻ്റാണ് ഞാൻ കേരളത്തിൽ വന്ന ഉടനെ ചില ആളുകൾ ചോദിച്ചു, എൻ്റെ വിദ്യാർത്ഥികളൊക്കെയാണ് ഇപ്പോഴത്തെ പല മന്ത്രിമാരും ഒക്കെ, അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്നാണ് ആദ്യത്തെ മറുപടി. അവർ പറഞ്ഞു ഒന്നുകൂടി ആലോചിക്കും, ഒരു 10 ദിവസം തരുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം മാത്രമുണ്ട്, എനിക്ക് പലപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെയൊക്കെ പല നിലപാടിനെ വിമർശിക്കേണ്ടി വരും. എൻവയൺമെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ തുടർച്ചയായിട്ട് പലപ്പോഴും വിമർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ വിമർശനത്തിൽ ഒന്നും നിങ്ങൾ ഇടപെടുകയോ ഒന്നും പാടില്ല. അങ്ങനെ വന്നാൽ ഞാൻ എൻ്റെ സ്ഥാനം വിട്ടുപോകും. എൻ്റെ ഈ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് ഞാൻ ഈ പദവി ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്നിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അതാണ് ഞങ്ങൾ ചെയ്തത്. ആദ്യമായിട്ടാണ് കേരള സാഹിത്യ അക്കാദമി എന്നൊരു ഉദാഹരണം, എന്നെപ്പറ്റിയാണ് അല്ല ചോദ്യം എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ എന്നൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ LGBTQIയുടെ
ആദ്യത്തെ സാഹിത്യ സമ്മേളനം കേരള സാഹിത്യ അക്കാദമി നടത്തുന്നത് ഞാൻ വന്നതിന് ശേഷമാണ്. അനേകം സ്ത്രീ ക്യാമ്പുകളും സ്ത്രീ ശാക്തീകരണ സെമിനാറുകളും ഒരുപാട് മുമ്പൊന്നും നടന്നിട്ടില്ലാത്ത വിധത്തിൽ 7 എണ്ണമെങ്കിലും സമീപകാലത്ത് നടത്തി. ഈ രീതിയിൽ ഓരോ സ്ഥലത്തും എങ്ങനെയാണ് വലിയ വിപ്ലവങ്ങളൊന്നുമല്ല, പക്ഷെ നമ്മുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു. ഞാൻ എല്ലാ കാലത്തും അധികാരത്തെ ഇങ്ങനെ പോസിറ്റീവായി സമീപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാം വേണ്ടെന്ന് പറയാം, ഏറ്റവും എളുപ്പം വാസ്തവത്തിൽ അതാണ്. എന്ന് മാത്രമല്ല, ത്യാഗിയായിട്ട് ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും ഏറ്റവും എളുപ്പം അതാണ്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞു, ഞാൻ ഈ പുരസ്കാരം നിരാകരിച്ചു വരികയും ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം അതാണ്. പക്ഷേ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ആ ഉത്തരവാദിത്വത്തെ ഏറ്റവും സൂക്ഷ്മങ്ങളെങ്കിലുമായ ചില പരിവർത്തനങ്ങൾ സംഭവിപ്പിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാൻ, അതാണ് കൂടുതൽ ദുഷ്കരമായ, കൂടുതൽ വിഷമമുള്ള ഒരു കാര്യം. ഈ രീതിയിലാണ് അങ്ങനെ എല്ലാവരും സമീപിക്കണമെന്ന് ഞാൻ പറയുകയല്ല. നിങ്ങൾക്ക് അധികാരം വേണ്ട എന്ന് പറയാം, നിങ്ങൾക്ക് സന്യസിക്കാം, പൂർണ്ണമായ പരിത്യാഗത്തിലേക്ക് നീങ്ങാം. പക്ഷേ എന്തെങ്കിലും ഒരു സ്ഥാനം അല്ലെങ്കിൽ ഈ അധികാരം സ്വീകരിക്കുന്നെങ്കിൽ അത് വളരെ വ്യക്തമായ തെളിമയുള്ളൊരു വീക്ഷണത്തോടു കൂടി വേണം. അത് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളെങ്കിലും ആ സ്ഥാപനത്തിൽ മാറ്റാൻ തനിക്ക് കഴിയുമോ എന്ന ആലോചനയോടെ വേണം. ഇത്തരം മാറ്റങ്ങൾ അത് ഡൽഹിയിലായിരുന്നപ്പോഴും സാഹിത്യ അക്കാദമിയിൽ വലിയ വലിയ മാറ്റങ്ങളാണ് നടത്തിയത്. ആദ്യത്തെ അഖിലേന്ത്യാ ദളിത് സാഹിത്യ സമ്മേളനം 3 തവണ, അഖിലേന്ത്യാ സ്ത്രീ സാഹിത്യ സമ്മേളനം 3 തവണ, ഇങ്ങനെ അനേകം സമ്മേളനങ്ങൾ മാത്രമല്ല ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയുള്ള പ്രത്യേക വേദികൾ, ഈ രീതിയിലുള്ള അക്കാദമിയുടെ അടിമുടി മാറി ആളുകളെ വളരെ കോൺസർവേറ്റീവ്, വളരെ യാഥാസ്ഥിതികമായിരുന്ന ഒരു അക്കാദമിയെ വളരെ വളരെ വലിയ ഒരു ആളുകളെ ഞെട്ടിക്കുന്ന, പല ആളുകളെ ഞെട്ടിക്കുക തന്നെ ചെയ്തു ആ മാറ്റം. കാരണം അത് ബ്രാഹ്മണരും പിന്നെ ചില ഒരു വളരെ എലീറ്റ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു അക്കാദമിയുടെ സ്വഭാവം കുറെയെങ്കിലും ജനകീയമാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിൽ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് പണ്ടും ഇപ്പോഴും എൻ്റെ കാണുന്നത്.